സർവശക്ത രക്ഷിക്കണേ. ഈശ്വര, എങ്കിലും എന്റെ ഈശ്വര, നിന്റെ തലയിലെടുത്ത് ഇങ്ങനെ ആയിപ്പോയല്ലോ. കുറ്റം ചെയ്തവരെയും രക്ഷിക്കണം, അവരെ പിടിക്കാൻ നടക്കുന്ന ഞങ്ങളെയും നീ രക്ഷിക്കണം. നിന്റെ ഒരു ഗതികേട്. കുഞ്ഞുങ്ങൾക്ക് വീസ് നടക്കുന്ന ദിവസം ഇന്ന മറക്കരുതേ. ആരാ അവള്? അറിയത്തില്ലേ? ചെന്തങ്ങുമുക്കിലെ ക്ലിയോപാട്ര, മാധവി എന്ന പേര്. ഉഗ്രം ബിസിനസ്. എന്താ കല്യാണി, വിശേഷമൊന്നും പറയാറായില്ലേ? ഇതാ, ഞാൻ കൊച്ചമ്മ വിട്ടു വന്നേക്കാം. നീ ഒന്നും വയ്ക്കാനും വിളമ്പാനും നിൽക്കണ്ട, എല്ലാം ഞാൻ ഒന്ന് ചെയ്തേക്കാം. എന്താന്ന് വെച്ചാ വാങ്ങിച്ചു കൊടുക്കും. എനിക്കൂടെ 2 രൂപ. പിന്നെ ഇങ്ങനെ കുടിച്ചു വരാൻ എളുപ്പമാ. ഇതുണ്ടാക്കാൻ ഞാൻ പറഞ്ഞ പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇത് ബോംബെ കൽക്കട്ട ഒന്നുമല്ല. ചുവന്ന വിളക്കും കത്തിച്ച് ഇങ്ങനെ വാലും തുറന്ന് കാത്തിരിക്കാൻ. ഈ കണക്കിന് പോയാൽ നിങ്ങളെ ചേട്ടച്ചാൻ ചെയ്ത പോലെ ഞാൻ നിങ്ങളെ ഒന്ന് അഴിച്ചാക്കും. ഓ, നിന്റെ പട്ടി ഉണ്ടല്ല, അവൻ എന്നെ കടിക്കും. ഭദ്രം പറ്റും. അയ്യോ ഓരമഞ്ഞ്, എന്താ ഇത്? പല്ലിനൊന്നിന് സുഖമില്ലാതെ കിടപ്പില്ല. അവിടെ വരെ ഒന്ന് വരണം. ഞാൻ ഡോക്ടറാണ്. എന്നാലും അങ്ങനെ പറയരുത്, കൂടപ്പറപ്പല്ലേ. അത് നീ പറഞ്ഞാ മതിടാ. നിന്റെ വല്യങ്ങനെ തോന്നിയില്ലല്ലോ. കുടിയൻ, പെണ്ണെ പിടിയൻ, ധൂർത്തൻ എന്നൊക്കെ പറഞ്ഞും പറഞ്ഞിട്ട് എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചില്ലേ? എടാ, 6 മാസമാണ് ഞാൻ ജയിലിൽ കിടന്നത്. ഒരു പട്ടി എന്നെ അന്വേഷിച്ചില്ല. ചാകുന്നവരൊക്കെ ഇപ്പൊ ചാകട്ടാ പാമ്പറ. കുഞ്ഞിനെ ഞാൻ ഇത് അറിയിച്ചില്ലെന്ന് വേണ്ട. ഇനി കുഞ്ഞിന്റെ ഇഷ്ടം. ഞാൻ പോകുന്നു. പിന്നെ ഇത് ദേഷ്യം കാണിക്കാനുള്ള സമയമല്ല. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും. കണ്ടമാന സ്വത്തും പണമുള്ള നിങ്ങളുടെ ചേട്ടൻ മരണസമയത്ത് കണ്ണീരുമായി നിൽക്കുന്ന നിങ്ങളെ കാണുമ്പോൾ ഇതിൽ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. നമ്മുടെ കഷ്ടമൊക്കെ തീരുകയും ചെയ്യും. അതിന് കള്ളും കുറിച്ച് അവിടെ കയറി ഇരുന്നു. ഞാൻ പറയുന്നൊന്ന് കേക്ക്. അവസാന നിമിഷം വരെ അദ്ദേഹം അന്വേഷിച്ചത് നിന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും എനിക്കില്ലായിരുന്നു. ഇപ്പോഴെങ്കിലും വന്നല്ലോ. ഞാൻ ഇന്നൊരു പുതിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി മാനം മര്യാദയായി എവിടെയെങ്കിലും ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. പക്ഷേ ഈ നിലയിൽ ചേട്ടത്തിയമ്മയും ബാബുമോനെ ഉപേക്ഷിച്ചിട്ട് പോയാൽ ചേട്ടന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടുമോ ചേച്ചി? ഇട്ടും പൊട്ടും തിരിയാത്തൊരു കുഞ്ഞാണ് ബാബു. അവനെ മാത്രം കാത്തു സൂക്ഷിച്ചാൽ പോരാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോ. ഈ നിലയിൽ ഞങ്ങളെ അനാഥരാക്കി അദ്ദേഹം പോയി. അനാഥരോ? ഞാൻ നിന്നോടിരിക്കുമ്പോഴോ? എന്റെ ചേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ അളവറ്റ സ്വത്തും നിങ്ങളെ സംരക്ഷിക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ ഈശ്വരൻ എനിക്ക് മാത്രമല്ലോ ചേട്ടത്തിയമ്മേ. പക്ഷേ ജയിലിൽ നിന്നും രോഗിയായി പുറത്തു വന്ന് എന്നെ ശുശ്രൂഷിക്കുന്നതിനോ ഒരു നേരത്തെ ആഹാരം തരുന്നതിനോ മാധവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ആരുമായിക്കൊള്ളട്ടെ, എനിക്ക് അവളെ ഉപേക്ഷിക്കാനൊക്കെ ചേട്ടത്തിയമ്മേ. ആരെ ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ചേത്തിയമ്മ വിഷമിക്കണ്ട, ഞാൻ ഉടനെ പോയി അവളെ വിളിച്ചോണ്ട് വരാം.
ഒന്നും പേടിക്കണ്ട. കൊച്ചമ്മേ, ആ ഗോപാലൻ കുഞ്ഞ് വെമ്പറന്നവരെയും കൊണ്ട് ഇവിടെ വന്ന് താമസിക്കാനാണോ പാവം? എനിക്കൊന്നും അറിയില്ല. അവരാരാണെന്നും അവരുടെ ജീവിത രീതി എന്താണെന്നും കൊച്ചമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അങ്ങനെ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല. കൊച്ചമ്മയുടെ കൂടെ ഈ വീട്ടിൽ താമസിക്കാനുള്ള യോഗ്യത അവർക്കില്ല. കൊച്ചമ്മേ, എന്റെ യോഗ്യതയും പ്രതാപവും എല്ലാം കഴിഞ്ഞില്ലേ ശങ്കരൻ നായരെ? മോനെ, നമുക്ക് പോവാം. എന്റെ ഇടയിൽ കൊള്ളട്ടു ഇറങ്ങുവാനും വയ്യ. നമസ്കാരം കൊച്ചമ്മേ. അയ്യോ മാധവി, ഇതിവിടുത്തെ വേലക്കാരത്തിയാ. അവിടെ മോണ്ട കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഓടി പുറത്ത്. നിങ്ങളല്ലേ പറഞ്ഞത് ചേട്ടത്തിമ്മ കണ്ട ഉടനെ തൊഴണമെന്ന്? ഇനി എന്നെ കൊണ്ട് വയ്യ, നിങ്ങൾ തൊഴുതു. എടുക്ക്. എന്താണടി നോക്കിക്കുന്നത്? ഓ, എ ക്ലാസ് ലേഡീസിനെ കണ്ടിട്ടില്ലായിരിക്കും. ഇതെല്ലാം മുഷിഞ്ഞതാ, വേഗം അലക്കി കിട്ടണം. എന്താ പറഞ്ഞത്? മാധവി, ഇതാ എന്റെ എടുത്തി. സാരമില്ല. എന്താ പേര്? മാധവിക്കുട്ടി. അയ്യോടാ, ചെന്തങ്ങുമുക്കിൽ മാധവിക്കുട്ടി എന്ന് കേട്ടിട്ടില്ലയോ? അതായത് റെഡ് കോക്കനട്ട് ജംഗ്ഷൻ എന്നും പറയാം. മാധവിക്കുട്ടിയുടെ പേരങ്ങോട്ട് പറഞ്ഞാ മതി, അടി കിട്ടുമായിരിക്കും. അത്രയ്ക്ക് പേരും പ്രശസ്തിയുമാണ്. അറിയാത്തൊരു പട്ടി പോലും കാണുകയില്ല. അത് ശരി. അല്ല, എല്ലാവരും അറിയുമെന്ന് അർത്ഥം. ശങ്കരനായരെ, ഇതൊക്കെ എടുത്തകത്ത് കൊണ്ടുപോയിക്ക്. ആ, മോന് മനസ്സിലായില്ലേ? ഞാനാണ് മോന്റെ ചിറ്റപ്പൻ. ആ, ചിറ്റപ്പന് സുഖമല്ല മോനെ, അരിഷ്ടം കുടിച്ചതാ. പിന്നെ ഇത് മോന്റെ കുഞ്ഞമ്മ. ഞാൻ മോന്റെ അങ്കിള്. മോർണിംഗ് വാ, മേല് കഴി ആഹാരം കഴിക്കാം. ഗോപാല, മുകളിലത്തെ മുറി ശരിയാക്കിയിട്ടുണ്ട്. ഉവ്വ. കുളിച്ചിട്ട് വരൂ, ആഹാരം കഴിക്കാം. മാധവി കണ്ടോ ഇത്ര മനോഹരമായിരിക്കും നമ്മുടെ തോപ്പെന്ന്? തെങ്ങുണ്ട്, വാഴയുണ്ട്, നെല്ലുണ്ട്, എല്ലാ കൃഷികളും ഉണ്ട്. ഇറങ്ങി വാ. ആ പിന്നെ ദേ നോക്കി, ആ തെക്കേ അറ്റത്ത് കിടന്ന വാഴത്തോപ്പില്ലേ, അവിടം മുതൽ ഈ വടക്കേ അറ്റത്ത് കിടന്ന തെങ്ങും തോപ്പുണ്ടല്ലോ, അതുവരെ നമ്മുടെ സ്ഥലമാ. അപ്പൊ നമ്മുടെ റബ്ബർ എസ്റ്റേറ്റ്? അതിവിടെയല്ല, ഇവിടുന്ന് 10 മിനിറ്റ് മേലെ അകലെയാ. പന്നിപ്പാറ എന്ന് പറയും. 115 ഏക്കറാ. അങ്ങോട്ട് വാ. എടോ, ഒരു 4 കരിക്കും കൂടെ കൊച്ചമ്മയ്ക്കാ, വേഗം വേണം. കൊച്ചമ്മയ്ക്കോ? ഏത് കൊച്ചമ്മ? ഏത് കൊച്ചമ്മന്നോ? മാധവി കൊച്ചമ്മ. അല്ല, നമ്മുടെ ചെന്തങ്ങമുക്കിലെ ചരക്കല്ലേ അത്? മാധവിക്കുട്ടി കരിക്ക് കുടിക്കാൻ പകലേ ഇറങ്ങിയിരിക്കാൻ തോന്നുന്നു. ചെന്തങ്ങോ? അതെ സാറേ, ചെന്തങ്ങമുക്കിലെ മാധവിക്കുട്ടി. അത് അനാവശ്യം പറഞ്ഞാലേ അടിച്ചിന്റെ പല്ലിയാണ്ടായിട്ടേ. എന്താ നീ? എന്താടാ കൊച്ചമ്മയ്ക്ക് കരിക്കിടാൻ പറഞ്ഞപ്പോഴേ ഇവന്മാർ അനാവശ്യം പറയുന്ന അങ്ങനെ. പിന്നെ ഇതെന്താ അതെ, മര്യാദയ്ക്ക് സംസാരിക്കണം. ഈ പറമ്പ് ഞങ്ങളെ വകയാ. അപ്പോഴേ നിങ്ങൾക്ക് തെറ്റ് പറ്റിയതാ. ഇത് മണിമംഗലത്ത് ഭവാനി അമ്മയുടെ വകയാണ്. അവർ എനിക്ക് പാട്ടത്തിന് തന്നിരിക്കുക, മനസ്സിലായോ? ഇതിപ്പോ ഒരു നാണക്കേട് വരാനുണ്ടോ? ഭവാനിയമ്മയുടെ മറ്റവരായിട്ട് നടന്നോ? എന്നിട്ട് പറച്ചില്ലോ തൊട്ടപ്പോഴും എന്റെ നാടി പോലും. നിങ്ങളെ കൊണ്ടൊരു കരിക്കടിക്കാൻ പറ്റിയോ? ഒരു മുതലാളി. ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങളിവിടെ ആരുമല്ലെന്നോ. ഒന്ന് നിന്നങ്ങനെ തൊടുപുഴ കണ്ടോളാടാ. മണി, എടോ മണി, നമ്മുടെ സാധനങ്ങളിലെടുത്ത് കാരക്കട്ടെ. പണ്ടാരോടി ഏതാണ് നമ്മുടെ കൊച്ചമ്മ രക്ഷപ്പെട്ടു. എല്ലാവരും കുറെ കൂടി പോകുന്നുണ്ട്. ജാനകി, ഇവിടെ നായരെ
ഞങ്ങളുടെ സാധനങ്ങൾ എല്ലായിടത്തും വണ്ടിയിൽ കയറ്റ്. ഇനി ഒരു നിമിഷം ഞങ്ങൾ ഇവിടെ നിൽക്കില്ല. എന്താ ഗോപാല, എന്തുണ്ടായി? എന്തുണ്ടായെന്നോ? ചേട്ടൻ ജീവിച്ചിരുന്ന കാലത്ത് അങ്ങേർക്ക് മാനക്കൾ ഉണ്ടാകണ്ട എന്ന് വിചാരിച്ചാ ഞാൻ മാറി താമസിച്ചത്. പിന്നെ ഈ വസ്തുക്കളൊക്കെ ഒന്ന് നോക്കുക അന്വേഷിക്കാൻ ചെയ്യാൻ വേണ്ടി ചേർത്തിയമ്മയുടെ ആവശ്യപ്രകാരമല്ലേ ഞാൻ വീണ്ടും ഇവിടെ വന്ന് താമസിച്ചത്. അതിനിപ്പോ എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചെന്നോ? നമ്മുടെ നിലം പാട്ടത്തിന് എടുത്തിട്ടില്ലേ ഒരുത്തൻ? ആരാ? ഗോവിന്ദനോ ഗോപാലനോ? എനിക്കറിയാൻ മേല. ഞാൻ നിലത്തോട്ട് കാലെടുത്ത് വെച്ചില്ല. അവൻ എന്തെല്ലാം പറയുന്നറിയോ? മാധവി ഞാനും ആരാണെന്ന് അറിയാതെ പോലും ഞങ്ങളെ അങ്ങേക്കാൾ ക്ഷമിച്ചു. ഗോപാലൻ വിഷമിക്കണ്ട, ഞാൻ അയാളെ ഇങ്ങോട്ട് വിളിപ്പിക്കാം. വേണ്ട, അയാള് പറഞ്ഞത് ശരിയല്ലേ. എനിക്കിവിടെ എന്ത് അധികാരമുള്ളത്? ഇതെല്ലാം ചേട്ടന്റെ വകയല്ലേ. ഇതിന്റെ നടത്തിപ്പുകാരനായിട്ട് പോലും എന്നെ കാണാൻ ജനങ്ങൾ കഴിയുന്നില്ല. അതും പോട്ടെ, നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉത്തരവാദിത്വപരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നു? അതുമില്ല. നിലത്തിലൊരു പമ്പ് സെറ്റ് വെക്കാനോ ബ്ലോക്കിൽ പോയി വിത്തും വളവും മേടിക്കാനോ എനിക്ക് വല്ല അധികാരമുണ്ടോ? ചേർത്തിയമ്മയ്ക്ക് ഇതിൽ ഇറങ്ങി പോകാൻ സാധിക്കുമോ? അതിന് വഴിയുണ്ടാക്കാം. ശങ്കരനായരെ, എന്തോ? ആ വക്കീൽ സാറിനോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറയും. ബാബുമോൻ മേജറാവുന്നത് വരെ ഭവാനിയമ്മക്ക് അവകാശപ്പെട്ട സകല സ്വത്തുക്കളും നോക്കി നടത്തുവാനുള്ള ഉത്തരവാദിത്വം ഈ പത്രം വഴി ഗോപാലിനെ ഏൽപ്പിക്കുകയാണ്. ഗോപാലിനെ ഒരു വലിയ ചുമതലയാണ് ചേട്ടത്തിയമ്മ ഏൽപ്പിച്ചിരിക്കുന്നത്. വക്കീൽ സാർ പേടിക്കണ്ട. ഗോപാലൻ ആരാണെന്നുള്ള കാര്യം ഇനി ചേട്ടത്തിയമ്മ മനസ്സിലായിക്കോളൂ. തൊലഞ്ഞു, എല്ലാം തൊലഞ്ഞു, നശിച്ച് നാരായണക്കല്ല് പിടിച്ചു. എന്താണ് പറഞ്ഞേ? പോയ ഗ്രഹണം തിരിച്ചു വന്നു. ഇനി ഇവിടെയുള്ള എല്ലാ നീർക്കോലിയും പത്തിയെടുക്കും. സിനിമ എപ്പോഴാ തുടങ്ങുന്നേ? 9:30 രണ്ടാമത്തെ കളി. ഓ, ഇപ്പൊ തന്നെ 9:30 അതെങ്ങനാ? ഇവിടെ വന്നേ പിന്നെ ഈ വീട്ടിലെ 1000 കൂട്ടം കാര്യങ്ങൾ അങ്ങേര് തന്നെ നോക്കണം. പിന്നെ വേണ്ടേ കൊച്ചമ്മയുടെ കാര്യം? ഒടിഞ്ഞൊരു വീട്ടുകാര്യം. എന്നാ മണി പിടിക്കൂ. ഓ, പിന്നെ ഒരു നിമിഷം. ഏ? നമ്മൾ നാണു അയൽക്കാരനെ തല്ലി എന്നുള്ളതാണ് സത്യം. അതിനാ അവനെ അറസ്റ്റ് ചെയ്തത്. അവൻ ഇവിടുത്തെ വേലക്കാരനാണെന്ന് അറിഞ്ഞപ്പോ എന്നോട് തന്നെ ഈ പറഞ്ഞു. അപ്പോ ഗോപാലൻ പോയത് നന്നായി. അയ്യോ, നന്നായൊന്നോ? സിനിമയ്ക്ക് വന്ന് താമസിച്ചല്ലേ? വാപ്പാ, ഇനി എന്തിനാ സിനിമ? ലവ് സീനും കുറെ കഴിഞ്ഞാൽ കിടക്കമുറി സീൻ വരെ ഇവിടെ തന്നെ കാണാമല്ലോ. മാധവി, അരിശം വരുന്നു. എന്റെ കാര്യം നോക്കാൻ ഇവിടെ ആരുമില്ല. ഭർത്താവ് എത്താനെന്താ? അനീറ്റാനുണ്ടല്ലോ, കൊഞ്ചാനും തൊള്ളാനും ഒക്കെ. ഇനി അവിടെ തന്നെ ചെന്ന് കിടന്നു. എന്തിനാണ് അമ്മ ഇന്ന് വിശേഷ പൂജ? ഇന്ന് എന്റെ ബാബുവിന്റെ പിറന്നാളല്ലേ? ശങ്കരനായരെ, ഇന്നെന്റെ ബർത്ത്ഡേ ആണല്ലേ അമ്മേ? അതാണ് ഈ വിശേഷ പൂജ. എനിക്കെന്ന് കേക്ക് മുറിക്കണം. ആ, ഈ കൊല്ലം നമുക്ക് പൂജ മതി മോനെ. അടുത്ത പിറന്നാളിന് നമുക്ക് കേക്ക് മുറിക്കാം. എനിക്ക് ഇന്ന് കേക്ക് മുറിക്കണം. അച്ഛനുണ്ടായിരുന്നെങ്കിൽ കേക്ക്, ബലൂൺ, സീറ്റ്, കളിപ്പാട്ടം ഒക്കെ വാങ്ങി തന്നെ. എനിക്കെന്ന് കേക്ക് മുറിക്കണം. വലിയ കേക്ക് വേണം. ആ, എല്ലാം വൈകുന്നേരത്താവാം. മോന് സ്കൂളിൽ പോകാൻ നേരമായില്ലേ? ചെല്ല, വാ മോനെ, സ്കൂളിൽ പോകാൻ നേരമായില്ലേ? അനിയൻ കുഞ്ഞിനൊരു ഉമ്മ, ഉമ്മ, ഉമ്മ. ആ മോനെ, അമ്മാവ, അനിയൻ കുഞ്ഞിന്റെ ബർത്ത്ഡേ എപ്പോഴാണ് അമ്മാവ? അത് പറഞ്ഞിട്ടല്ലേ മോനെ പറയാൻ പറ്റൂ. ആ, ചെല്ല്. വാ മോനെ, നമുക്ക് പോകാം. വാ. അമ്മാവ, കേക്ക് വാങ്ങിക്കാൻ മറക്കരുത് കേട്ടോ. ഇല്ല മോനെ. ഇന്ന് അവന്റെ പിറന്നാളാണെന്ന് അവനെ അറിയിക്കരുതായിരുന്നു ശങ്കരനായരെ. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ കൊച്ചമ്മേ. ഇന്ന് വൈകിട്ട് എങ്ങനെ ആഘോഷിക്കാനാ ശങ്കരനായരെ?
അവന്റെ അച്ഛൻ. ഈ വീട്ടിൽ ഇനി എന്താഘോഷിക്കാനാ? മാസങ്ങൾ പോലും ആയില്ല. അതിനിടയിൽ ഇല്ല, ഒരിക്കലുമില്ല. ഈ വീട്ടിൽ ഇനി ഒരു ആഘോഷവും പാടില്ല. അമ്പലത്തിൽ പോയി ബാബുമോന് വേണ്ടി ഒരു പുഷ്പാഞ്ജലി നടത്തിയേക്കാം. അത് മതി. പിന്നെ ഒന്നിങ്ങി വരണം. പിന്നെ ഇന്നിന്റെ ബർത്ത്ഡേ ആണ്. നമ്മുടെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിക്കണം. ബർത്ത്ഡേയോ? ആ, ഇന്നോ? എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു. ഓ, അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു. ശരി, എന്ന് നടക്കട്ടെ. എടി ജാനകി, പിന്നെ വലിയൊരു കേക്ക് വാങ്ങിക്കണം. ആ എടി, 3 വക പ്രഥമം വേണം. പാൽപായസം, അടപ്രഥമൻ, കൊച്ചമ്മേ, ഈ വീട്ടിൽ വെച്ച് ഇപ്പോൾ ഇതൊക്കെ വേണം. എന്താടി, ഇത് നിന്റെ മറ്റവന്റെ വീടാണോ? ദേ പറയുന്ന പോലെ കേട്ടോണം. മാധവി, ജാനകി പറഞ്ഞത് അദ്ദേഹം മരിച്ചിട്ട്. ആരുടെ അദ്ദേഹം? ചേടാ, ഒരു ഭർത്താവ് യത്തൊന്നും പറഞ്ഞ് ലോകത്തുള്ള പെണ്ണുങ്ങളെല്ലാം കടന്ന് കരയണമെന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ കാണുന്നുണ്ട് ഓരോരുത്തരെത്ര നേരമാ കടന്ന് കരയുന്നതെന്ന്. എന്തിനാ മാധവി എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അയ്യോടാ, ഇനിയിപ്പം അയ്യോ എന്നെ കൊല്ലുന്നേ എന്ന് പറഞ്ഞ് കടന്ന് വിളിച്ചു പോവില്ലേ പെണ്ണുപിള്ള? ഞാൻ അമ്മ എങ്ങോട്ട് പറഞ്ഞതാ ഈ ശവപ്പറമ്പിൽ എന്നെ എങ്ങോട്ടെങ്കിലും കെട്ടിയെടുത്തോണ്ട് പോവാൻ. ചേട്ടരിയമ്മേ, അവളോട് നടക്കട്ടെ, എന്ത് വേണമെങ്കിലും നടക്കട്ടെ. ഞാൻ കാരണം ആരും വിഷമിക്കണ്ട.